ഇന്ന് പെൺകുട്ടികളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ കുട്ടികൾ ചോദിക്കുന്ന പുതിയാപ്പളിനോട് ഗൾഫിലൂടെ എന്നല്ല, ഇന്ന് UAE, ദുബായും സൗദിയൊന്നും വേണ്ട, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക, UK ഇത്തരം രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ 6 ലക്ഷം 10 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരായ ഭർത്താക്കന്മാർ മതി എന്ന് ഡിമാൻഡ് വെക്കുന്ന പെൺകുട്ടികൾ. ഇന്നത്തെ ലോകം അതാണ്. പഴയ പോലെ ഒരു പ്രവാസി ഇന്ന് പരിഗണിക്കപ്പെടുന്നില്ല. 27 വയസ്സിൻ്റെയും 42 വയസ്സിൻ്റെയും ഇടയിലുള്ള 1,42,000 ചെറുപ്പക്കാരാണ് പെണ്ണ് കിട്ടാതെ നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് ഇപ്പോഴത്തെ പുതിയ കണക്കാണ്. 1.5 ലക്ഷത്തോളം ചെറുപ്പക്കാർ 27 വയസ്സ് കഴിഞ്ഞു ചെയ്തു, 42 വയസ്സായിട്ടുമില്ല, പെണ്ണ് കിട്ടുന്നില്ല. പുതിയ ഡിമാൻഡുകളാണ്, പെൺകുട്ടികളുടെ പുതിയ താല്പര്യങ്ങളാണ്. പുതിയൊരു ഫെഡോഫോബിയ എന്നൊരു ഫോബിയ ഉണ്ട്. ഇതിനോടൊക്കെ പേടി, കല്യാണം തന്നെ വേണ്ട. അപ്പോൾ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫിള് ആകുക, ഒരു ആലിമാകുക, പള്ളി ദർസ്, ഹിഫ്ദ് കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ പലയിടത്തും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ ഈ 25 കുട്ടികളുടെ മുദരിസിനെ കിട്ടണം, ഒരു കുട്ടിക്ക് ഒരു മാസം 1000 റുപ്യ സ്റ്റൈപ്പൻഡ് കൊടുക്കാമെന്ന് ഒരു കമ്മിറ്റിക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഉസ്താദ് 25 കുട്ടികളുടെ മുദരിസിനെ തന്നാൽ മതി, ഉസ്താദിന് ശമ്പളം കൊടുക്കാമാണെങ്കിൽ ഒരു കുട്ടിക്ക് 1000 റുപ്യ ഞങ്ങൾ സ്റ്റൈപ്പൻഡ് കൊടുക്കാമെന്ന്. സ്കൂൾ പോകാത്ത ദർസ് മാത്രം പഠിക്കുന്നു. കാരണം ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് സ്വത്തുണ്ട് അവർക്ക്. ദർസിന് ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പക്ഷേ പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോകം. പഴയ കാലത്ത് കാരണന്മാർ വഖഫ് ചെയ്തു. നമ്മളിപ്പോൾ ആരും വഖഫ്, പുതിയ ആരെങ്കിലും വഖഫ് ചെയ്യുന്നുണ്ടോ? പള്ളിക്ക് വേണ്ടിയിട്ട്, മദ്രസക്ക് വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ 2 മാസം മുമ്പ് എനിക്ക് കോഴിക്കോട് ഫറോക്കിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഏക്കർ വിറ്റിരത് പഴയ കാരണന്മാർ 1 നൂറ്റാണ്ട് മുമ്പ് വഖഫ് ചെയ്തതാണ് റബീഉൽ അവ്വലിൽ മൗലൂദ് വയ്ക്കാൻ വേണ്ടിയിട്ട്. 2 ഏക്കർ, 1 സെൻറ്റിന് ലക്ഷങ്ങൾ കിട്ടും ഇവിടെ. ഫറോക്ക് സിറ്റി മുനിസിപ്പാലിറ്റി അത്. 2 ഏക്കർ അവരുടെ വാപ്പമാർ വഖഫ് ചെയ്തത് മൗലൂദ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പഴയ കാലത്തെ പാരമ്പര്യമാണ്. പള്ളി ദർസിൽ വഖഫ് ചെയ്യപ്പെട്ട ഏക്കറക്കണക്കിന് സ്വത്തുകൾ എത്ര പള്ളി നമ്മുടെ നാടുകളിലുണ്ട്. ഇന്നിപ്പോൾ ആരും വഖഫ് ചെയ്യുന്നില്ല. എന്നിട്ട് പോലും ഖാലിസായ ദർസുകൾ ഇല്ലാത്തൊരു കാലഘട്ടം. അൽഹംദുലില്ലാഹ്, നമ്മൾ തേഞ്ഞിപ്പലം എന്ന് പറയുമ്പോൾ ദർസിന് പണ്ട് മുതലേ ഒരു പാരമ്പര്യമുള്ള ഒരു നാടാണ് എന്നെനിക്കറിയാം. ഇവിടെ മുമ്പ് ദർസ് നടത്തിയിരുന്ന അഷ്റഫ് ഫൈസി ഉസ്താദ്, എൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് ബാക്കവി എന്ന് പറയും, അപ്പുറത്തെ പള്ളിയിൽ ദർസ് നടത്തിയിരുന്നു. മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അവിടെ അന്ന് മുതലേ ദർസുണ്ട്, നമ്മുടെ ഇവിടെയും ദർസുണ്ട്. അപ്പോൾ ദർസ് ഒരു നാടിന് വലിയ നൂറാണ്, ഇനി യാതൊരു സംശയവുമില്ല. ഞാനും 4 വർഷത്തോളം ഖുതുബല്ലാതെ വെറും ദർസ് മാത്രമേ നടന്നിട്ടുണ്ട്. ആ ഒരു ബർക്കത്ത് യാതൊരു സംശയവുമില്ല നാടിനും കിട്ടും, നാട്ടുകാർക്കും കിട്ടും, ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർക്കും കിട്ടും. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങളുടെ പേരിലാണ്. ഞാൻ കൈറോ സന്ദർശിച്ചപ്പോൾ പലവട്ടം ഷാഫി ഇമാമിനെ ഖബർ സിയാർത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റിനോവേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെയൊക്കെ പ്രവേശനമല്ല, കാരണം മക്ബറൊക്കെ ഒന്ന്. പിന്നെ ചെന്നപ്പോൾ ഉഷാറാക്കി. മീൻ ഇവിടെ ഉണ്ടാല് കടലിൽ അറിവിൻ്റെ കടലാണ് ഈ താഴെ കിടക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കോൺക്രീറ്റിൻ്റെ തോണിയാണ് ഷാഫി ഇമാമിൻ്റെ മക്ബറയുടെ മുകളിൽ, കുബ്ബയുടെ മുകളിൽ ഒരു തോണി ഇങ്ങനെ കാണാം. ഈ പള്ളിയുടെ മുകളിൽ മനോഹരമായ കുബ്ബ കാണുന്നില്ലേ? അതുപോലെ ഷാഫി ഇമാമിൻ്റെ മക്ബറിൻ്റെ മുകളിലുള്ള കുബ്ബൻ്റെ മുകളിൽ ഒരു മനോഹരമായ വലിയ തോണി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അറിവിൻ്റെ കടലാണ്. ആ മഹാൻ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം, ആ മഹാനുഭാവൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളിയിൽ ഇവിടെ ഹിഫ്ള് കോളേജ് ആരംഭിക്കുന്നത്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഈ ഒരു ഇൽമി പാരമ്പര്യവും ദർസിനോടും ഇൽമിനോടുമുള്ള താല്പര്യവും നിങ്ങൾക്കുള്ളതുപോലെ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കളിലേക്കും അള്ളാഹു ഇത് പ്രസരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും മാറ്റങ്ങൾ വന്നു. എല്ലായിടത്തും പകൽ രാത്രിയും രാത്രി പകലുമായി മാറി. രാവിലെ പോകുമ്പോൾ ചായക്കടകൾ പോലും കിട്ടാത്തൊരവസ്ഥ. കട തുറക്കണമെങ്കിൽ 5 മണിയാകണം. നൈറ്റ് സംസ്കാരം, നൈറ്റ് കൾച്ചർ, ഇങ്ങനെ എല്ലാ നിരക്കും നമ്മുടെ കൾച്ചറുകളൊക്കെ പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. പെൺകുട്ടി ഹൈദരാബാദുകാരിയാണ്. വേറെ കല്യാണത്തിന് പങ്കെടുത്തു. പെൺകുട്ടി ബാംഗ്ലൂർക്കാരിയാണ്. കുറച്ച് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ ഗുണ്ടൽപേട്ടയ്ക്കും മൈസൂർക്കും ബാംഗ്ലൂർക്കും അങ്ങോട്ട് കെട്ടിച്ചയച്ചപ്പോൾ ഇന്നിപ്പോൾ പെൺകുട്ടികളെ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദ് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരികയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്ത്, പെൺകുട്ടികളുടെ അകാരണമായ വിവാഹം വൈകിപ്പിക്കലുകൾ, അല്ലെങ്കിൽ അന്തം വിട്ട ഡിമാൻഡുകൾ കാരണം ചെറുപ്പക്കാർ അന്യ സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ട ഒരു ദുർഗതി. എല്ലായിടത്തും മാറ്റങ്ങൾ. അത് ഖിയാമത്തിന് അടയാളാണ്. അൻതരിദൽ അമതു റബ്ബതഹ ഇന്നി കാസുൽ ഉമൂർ എന്ന് പറയും. എല്ലാ കാര്യങ്ങളും മാറ്റിമറിയാം.
AM PM ആയി, PM AM ആയി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാടിൻ്റെ കൾച്ചർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആ പാരമ്പര്യം മുറുകെ പിടിക്കുക. ഈ സമയത്ത് മൻ തമസക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റും എത്തി ഷഹീദ്. അപ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 50 കൊല്ലം മുമ്പ് ദർസ് നടത്തിയ പള്ളി കമ്മിറ്റിനേക്കാളും ഇന്നത്തെ ദർസ് നടത്തുന്ന മഹല്ല് കമ്മിറ്റിക്ക് വലിയ പ്രതിഫലം ഉണ്ടാവും എന്നർത്ഥം. ഒരു 50 കൊല്ലം മുമ്പ് ഹിഫ്ള് കോളേജിൽ ദർസ് നടത്തിയതിനേക്കാളേറെ ഇന്ന് ദർസിലേക്ക് പോകുന്ന മുത്തഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കൾക്ക് വലിയ മഹത്വം ഉണ്ടാവും എന്നർത്ഥം. കാരണം ഒഴുക്കിനെതിരെ നീന്തലാണ് ഇന്നത്തെ ധാർമ്മികതയും ഇന്നത്തെ മതരംഗത്ത് നമ്മുടെ ചടുലമായ നീക്കങ്ങളുമെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിഫ്ള് കോളേജ് നമ്മുടെ നാട്ടിൽ ആരംഭിക്കുമ്പോൾ വെറും ഒരു ഹിഫ്ള് കോളേജ് ആവരുത്. ഞാൻ ജോലി ചെയ്യുന്ന ഫറോക്കിലൊക്കെ ചിക്കൻ കടയിൽ ജോലി ചെയ്യുന്ന കുറേ ആസാമികളും ബംഗാളികളുണ്ട്. ഒക്കെ ഹാഫിലിങ്ങളാ. ഖുർആൻ 30 ജുസ് മനപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ പണി ചിക്കൻ ബട്ടനും ചെരുപ്പ് കമ്പനി ജോലിയാണ്. ഉത്തരേന്ത്യക്കാരാണ്. ഒരു വസ്തു അറിയില്ല, മതപരമായ ഒരു ചുക്കും അവർക്കറിയില്ല. ഖുർആൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലുള്ള ഒരു വലിയൊരു മോശപ്പെട്ട സംസ്കാരമാണിത്. എല്ലാവരും ഹാഫിലിങ്ങളാക്കും, മതം ബോധം കൊടുക്കൂല, അറിവ് കൊടുക്കൂല. അപ്പോൾ പഠിച്ച ഖുർആനൊക്കെ മറന്നു പോവാ. അതുപോലെ ഈ അടുത്തൊരു പെൺകുട്ടി ഹിഫ്ളാക്കിയ പെൺകുട്ടിയാണ്. ഞാൻ ചോദിച്ചു, ഒരു ചുക്കും അവൾക്കറിയില്ല. അവർ ഹിഫ്ള് മാതാപിതാക്കൾ ആ പെൺകുട്ടിനെ ഹിഫ്ളാക്കി, ഹാഫിളത്താക്കി. പിന്നെ ആ പെൺകുട്ടിയാണല്ലേ, ഒരു മാസം 5-6 ദിവസം അശുദ്ധി ഉണ്ടാകും. പിന്നെ കല്യാണം കഴിച്ചു, പിന്നെ പ്രസവം കഴിഞ്ഞ് പ്രസവിച്ച് കിടക്കുക. പിന്നെ അത് ഖുർആൻ എടുത്തു വെക്കാൻ കഴിയുന്നില്ല, ഖുർആൻ ഒന്നും അറിയില്ല, ഹാഫിളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തൊക്കെ നമ്മുടെ ഈ പള്ളി ദർസിൽ ഇവിടെ ഹിഫ്ള് കോളേജ് ആരംഭിക്കുമ്പോൾ കമ്മിറ്റിക്കാരോട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹാഫിളീങ്ങളാക്കിയ ആളുകളെ മതപണ്ഡിതന്മാർ കൂടിയാക്കണം. അപ്പോൾ എന്താ പറയുക, ആ ഹിഫ്ള് മറന്നു പോകൂല. മറ്റത് ഹിഫ്ള് മനപ്പാടാക്കി ഖുർആൻ പഠിക്കുക എന്നുള്ളത് സുന്നത്താണ്, മറന്നു പോകുക എന്നുള്ളത് ഹറാമാണ്, വെളുക്കാൻ തേച്ച് പാണ്ടാവും. അപ്പോൾ ദർസി പാരമ്പര്യത്തിലാകുമ്പോൾ ആ ഹിഫ്ള് കോളേജിൽ പഠിച്ച ഹാഫിളീങ്ങളെ ദർസിലെ ഇൽമു കൂടി കൊടുക്കുമ്പോൾ ഒരിക്കലും അവരെ ഹിഫ്ള് മറന്നു പോകില്ല. ആലിമാക്കിയാൽ അവർക്ക് ആ ഹിഫ്ള് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കും. അത് പ്രത്യേകം അത് ചിന്തിക്കണം. ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഹിഫ്ള് കോളേജ്, മമ്പുറത്ത് ഹിഫ്ള് കോളേജ് പഠിക്കുന്ന മുഴുവൻ ഹാഫിലിങ്ങളെയും പിന്നെ മതപരംഗത്ത് അവരെ പണ്ഡിതന്മാരും ആലിമുകളുമാക്കി മാറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമും ഹിഫ്ളുമായി മാറുമ്പോൾ യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഔന്നിത്യമാണ്, അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്. പാണക്കാട് സയ്യിദ് യാസരി തങ്ങൾ ഇന്നൊരു കുട്ടിയുടെ അഡ്മിഷൻ സ്വീകരിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് ആത്മനിർവൃതി കൊണ്ട് പുളകിതമായി പോയി. അൽഹംദുലില്ലാ, നിങ്ങൾക്കത് അത് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ചെയ്ത സുഹൃത്തുക്കളുടെയും നന്മകളുടെയും ഫലമാണ് ഈ ഒരു പാരമ്പര്യം കൊണ്ടു നടക്കാൻ ഇന്നത്തെ ഈ തലമുറക്ക് സാധിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമെന്ന് പറഞ്ഞാൽ നായ്ക്ക് പോലും സാധാ ഒരു അറിവ് കിട്ടിയാൽ ഖുർആൻ കൊടുക്കണ മഹത്വത്തിനെന്നറിയോ? സാധാ ഒരു നായ തൊട്ടാൽ 7 പ്രാവശ്യം ബക്കറ്റ് ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൽമിൻ്റെ മജ്‌ലിസാണല്ലോ. ബക്കറ്റുമായി നിങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുർആൻ്റെ സംരംഭമല്ലേ, മോശമല്ലാത്ത സംഖ്യ കൊടുക്കുക, നല്ല തുറക്കാവട്ടെ, അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക വിഷയം, സാധാ ഒരു നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതൊരു പ്രാവശ്യം മണ്ണും ചേർക്കണം. നനവുണ്ടെങ്കിൽ കേട്ടോ, നനവില്ലാതെ നായ നമ്മളെ മേത്ത് തൊട്ടാൽ ഒരു കുഴപ്പമില്ല. നായ നമ്മളെ സിറ്റൗട്ടിൽ കയറി, മഴക്കാലമൊന്നും അല്ല, സിറ്റൗട്ടിൽ വെള്ളമില്ല, നായമ്മലും വെള്ളമല്ല, എന്നാൽ കഴുകൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. കുപ്പായൊക്കെ മാറ്റി നമ്മൾ പള്ളിയൊക്കെ ഇറങ്ങാൻ നേരത്തെ നായ നമ്മൾ വരച്ചേണ്ട് പോയി, ഒരു കുഴപ്പമില്ല, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നനവുണ്ടെങ്കിൽ മാത്രമാണ് കഴുകേണ്ടത്, ഒരു പ്രാവശ്യം മണ്ണാക്കേണ്ടത്.